കൊടും ക്രിമിനൽ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിൽ വീഴ്ച സംബന്ധിച്ച് ജയിൽ വകുപ്പ് കണ്ണൂർ സെൻട്രൽ ജയിൽ അധികൃതർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ജയിൽ ഡിഐജിയുടെ അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് ജയിൽ വകുപ്പ് മേധാവി ബൽറാം കുമാർ ഉപാധ്യായ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. 3 പ്രിസൺ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് കൊണ്ട് വീഴ്ച മറയ്ക്കാനാകില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. അതീവ സുരക്ഷാ ജയിലിലെ വൻ വീഴ്ചയിൽ നിരവധി ചോദ്യങ്ങളാണ് ഇതിനകം ഉയരുന്നത്. കേരളത്തെ പിടിച്ചുകുലുക്കിയ ബലാത്സംഗ കൊലക്കേസ് കുറ്റവാളി ഗോവിന്ദച്ചാമി ജയിൽ ചാടാൻ മാസങ്ങൾക്ക് മുന്നേ പദ്ധതി തയ്യാറാക്കിയിരുന്നു. എന്നാൽ ജയിൽ അധികൃതർ ഇതൊന്നും അറിഞ്ഞിരുന്നില്ലെന്നാണ് ജയിൽ ചാട്ടത്തിൽ നിന്നും വ്യക്തമായത്. ഒരു കൈയില്ലാത്ത ഗോവിന്ദച്ചാമി ജയിൽ സെല്ലിന്റെ കമ്പി മുറിച്ചാണ് പുറത്തിറങ്ങിയത്. ജയിലിന്റെ മതിൽ ചാടിക്കടക്കാനായി തുണി കൂട്ടിക്കെട്ടി ഫെൻസിംഗിൽ കെട്ടി അതിൽ കയറി 7.5 മീറ്റർ ഉയരമുള്ള മതിൽ ചാടി ജയിൽ DGP കണ്ണൂർ സെൻട്രൽ ജയിൽ സന്ദർശിക്കാനെത്തുന്ന ദിവസം കൂടിയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. ഇവിടെയാണ് ജയിൽ വകുപ്പിന്റെ വീഴ്ചയിൽ ചോദ്യങ്ങൾ ഉയരുന്നതും. അതീവ സുരക്ഷയുള്ള ജയിലിൽ CCTV ഉണ്ടായിരുന്നില്ലേ? ഉണ്ടെങ്കിൽ അത് രാത്രിയിൽ പരിശോധിക്കാനാളില്ലേ? മതിൽ ചാടാൻ കൂട്ടിക്കെട്ടിയ വസ്ത്രങ്ങൾ എവിടെ നിന്ന് കിട്ടി? ഫെൻസിംഗിൽ വൈദ്യുതിയില്ലാത്തത് വീഴ്ചയല്ലേ? രാത്രി സമയത്ത് ജയിൽ പരിസരത്ത് പട്രോളിംഗ് ഇല്ലേ? അതിനപ്പുറം ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ വിവരം അധികൃതർ അറിഞ്ഞത് മണിക്കൂറുകൾ കഴിഞ്ഞാണ്. രാവിലെ പരിശോധനയ്ക്കിടയിലാണ് ഗോവിന്ദച്ചാമി സെല്ലിലില്ല എന്ന വിവരം പോലും മനസ്സിലായത്. ജയിൽ അധികൃതർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും കൂടുതൽ ജാഗ്രത പുലർത്തണമായിരുന്നുവെന്നും ജയിൽ വകുപ്പ് മേധാവി ബൽറാം കുമാർ ഉപാധ്യായ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ചാടി എത്ര മണിക്ക് എനിക്ക് നമുക്ക് ക്ലിയർലി അവിടെ CCTV ഇല്ലാത്ത നമുക്ക് ക്ലിയർ ആയി അറിയില്ല എത്ര മണിക്ക് ചാടി. പക്ഷെ 4 കാലം വരെ പുള്ളി അവിടെ ഉണ്ടായിരുന്നു. ഒരു സ്ഥലങ്ങളിൽ മിസ്സാവും, 2 സ്ഥലങ്ങളിൽ മിസ്സാവും. എല്ലാവരും ഒരു ഈ കൺട്രോൾ റൂമിൽ ആൾക്കാർ ഉറങ്ങിയുണ്ടായിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിലെ ചതുരാകൃതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന 10ാം ബ്ലോക്ക് ജയിലിനുള്ളിലെ ജയിലിലാണ് ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരുന്നത്. 10ാം ബ്ലോക്കിന് മാത്രമായി പ്രത്യേക മതിലും ഗേറ്റുമുണ്ട്. പുറത്തിറങ്ങിയാൽ 4 ഭാഗവും ചുമർ മാത്രം. അകത്തെ ചുമരിന്റെ സമീപം 10 അടിയോളം ആഴത്തിൽ കിടങ്ങുണ്ട്. ഒരു ഹെഡ് വാർഡനും 2 വാർഡനും മുഴുവൻ സമയ നിരീക്ഷണ ചുമതല. ഗോവിന്ദച്ചാമിയെ സെല്ലിൽ നിരീക്ഷിക്കേണ്ടിയിരുന്നത് 4 ഉദ്യോഗസ്ഥർ. രാത്രിയിൽ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസറും സ്പെഷ്യൽ ഗാർഡും അപ്രതീക്ഷിത നിരീക്ഷണം നടത്തണം. എല്ലാ ദിവസവും സെല്ലിൽ കയറി ആയുധങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തണം. എന്നാൽ ഇതൊന്നും ഗോവിന്ദച്ചാമിയുടെ കാര്യത്തിൽ നടപ്പിലായിരുന്നില്ല എന്നാണ് ജയിൽ ചാട്ടത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ജയിലിൽ നിന്നും പ്രതിക്ക് സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാണെന്ന് കൊല്ലപ്പെട്ട സൗമ്യയുടെ അമ്മ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അവൻ ഇത്രയും വലിയ ഈ ജയിലിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്രയും ഇതായിട്ട് അവൻ പുറത്ത് ചാടണമെങ്കിൽ അവനൊരു പിൻഗാമിയുള്ള കാരണം കൊണ്ട് തന്നെ അവൻ ചാടിയത്. അവൻ്റെ പിന്നിൽ ഒരാൾ എപ്പോൾ ഉണ്ട്. അവൻ്റെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ അവൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. ആളില്ലാതെ അവനൊരിക്കലും ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. അടച്ച സെല്ലിന്റെ ഇരുമ്പഴി മുറിച്ച് ഗോവിന്ദച്ചാമി പുറത്തു കടന്ന സംഭവത്തിൽ ഗൗരവതരമായ അന്വേഷണം വേണമെന്ന് CPIM സംസ്ഥാന സമിതി അംഗവും കണ്ണൂർ സെൻട്രൽ ജയിൽ ഉപദേശക സമിതി അംഗവുമായ P. ജയരാജനും ആവശ്യപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.